നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കനാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് ആദ്യം ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി ചേർക്കുക. അതിനുശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുക. ഒപ്പം കോൺഫ്ലോർ ആഡ് ചെയ്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് ഒന്നും കൂടെ മാരിനേറ്റ് ചെയ്തിട്ട് എത്രത്തോളം നേരം നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും അത്രയും നേരം ഇത് എടുത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പൊരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു പാൻ എടുത്ത് അതിനകത്ത് ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ച് ഈ മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ വറുത്ത് കോരിയെടുക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ബ്രൗൺ കളർ ആകുന്ന വരെ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഒപ്പം തന്നെ നന്നായി കുക്കായെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. കാരണം ഇത് കഴിഞ്ഞ് പിന്നീട് ഇത് ഒരുപാട് നേരം നമ്മൾ കുക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഈ പൊരിക്കുന്ന ഈ സ്റ്റേജിൽ തന്നെ ഈ ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടണം. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ചില്ലി ചിക്കന് വേണ്ട ഗ്രേവി ഉണ്ടാക്കലാണ്. അതിന് നേരത്തെ ചിക്കൻ പൊരിക്കാനെടുത്ത അതേ ഓയിൽ തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചേർക്കുക. അത് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക. ഇത് മൂത്ത് വരുമ്പോൾ സ്ക്വയർ പീസിൽ അരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് മിക്സ് ചെയ്യണം. ഇനി ചേർക്കാനുള്ളത് ടൊമാറ്റോ കെച്ചപ്പാണ്, ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വെള്ളത്തിൽ കലക്കിയിട്ടുള്ള കോൺഫ്ലോർ ആണ്. ഇത് ചേർക്കുന്നത് നമ്മുടെ ഗ്രേവിക്ക് ഒരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യണത്. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുക. അത് കുറുകി വരുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഗ്രേവി ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർക്കണം. ഉപ്പ് ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി. ഇത് കണ്ടോ, നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ടുണ്ട്. ഇനി തിക്ക് ഗ്രേവിയിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഫൈനലി നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഭയങ്കര ടേസ്റ്റിയാണ്, ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.